ഹായ്, ഐ എം തജ്നു. അലർജി ആസ്മ ഫൗണ്ടേഷനിൽ ഞാൻ ആദ്യമായിട്ട് വരുന്നത് സത്യം പറഞ്ഞാൽ സീറോ എക്സ്പെക്റ്റേഷനോട് കൂടിയാണ്. ഞാൻ ആദ്യത്തെ കൺസൾട്ടേഷനിൽ ഡോക്ടർ വിനീതിനോട് സംസാരിച്ചതും അത് തന്നെയാണ്. എൻ്റെ പ്രോബ്ലംസ് ഒരു ഡോക്ടേഴ്സും മാറ്റിത്തരും എന്നുള്ള കോൺഫിഡൻസ് എനിക്കില്ല എന്ന്. സ്ഥിരമായിട്ടൊരു ചെസ്റ്റ് കണ്ടീഷൻ ഉള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ. അതായത് ആസ്മ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, പക്ഷേ എന്നാൽ പോലും കഴിഞ്ഞൊരു വർഷമായിട്ട് ഞാൻ സഫർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ദൂരം നടക്കാൻ കഴിയില്ല, സ്റ്റെപ്പ് കയറാൻ കഴിയില്ല, എനിക്കെൻ്റെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ കുഞ്ഞിനെ എടുക്കാൻ പോലും എനിക്ക് സാധിക്കാത്തൊരവസ്ഥയായിരുന്നു. അലർജി ടെസ്റ്റ് വഴി എനിക്ക് എത്രമാത്രം അലർജി ഉണ്ടെന്നും എൻ്റെ ലങ്സ് എത്രമാത്രം വീക്കാണെന്നും ഡോക്ടേഴ്സ് എനിക്ക് പറഞ്ഞു തന്നു. അതുപോലെ ഇമ്മ്യൂണോതെറാപ്പിയെക്കുറിച്ചാണെങ്കിലും വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തന്നതിന് ശേഷമാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തോളമായി ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ തുടങ്ങിയിട്ട്. എനിക്കുള്ള മാറ്റം എന്താണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കാരണം എനിക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാൻ പോലും പറ്റില്ലായിരുന്നു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്കൊരു ബ്രീത്ത് എടുക്കാതെ എനിക്ക് ഒറ്റ സ്ട്രെച്ചിൽ ഒന്നും സംസാരിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയായിരുന്നു. ശ്വാസം കിട്ടാതെ ഇരുന്ന് നേരം വെളുപ്പിച്ചിട്ടുള്ള രാത്രികൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഈ കണ്ടീഷൻ ഉണ്ടായിരുന്ന സമയത്ത് ഞാനൊരു വർഷത്തോളം ശ്വസിച്ചിരുന്നത് വായിലൂടെ മാത്രമാണ്. അതായത് എനിക്ക് മൂക്കിലൂടെ ശ്വസിക്കാൻ പറ്റില്ല, എപ്പോഴും മൂക്കടഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. അതിങ്ങനെ കൂടിക്കൂടി എന്താ പറയുക, ഒരു ഡിപ്രസീവ് മൂഡായിട്ടുണ്ടായിരുന്നു. എനിക്ക് വർക്കിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ ഫുൾ ടൈം എനിക്ക് എന്താ ശ്വാസം കിട്ടാത്തത്, ഈ ഒരു തോട്ട് മാത്രമായിരുന്നു. പിന്നെ നമ്മുടെ ഡോക്ടർ വിനീത് ആൻഡ് ഡോക്ടർ ഫ്രാൻസിസ് എപ്പോൾ വിളിച്ചാലും ഏത് സമയത്ത് വിളിച്ചാലും നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് അവർ തന്നുകൊണ്ടേയിരുന്നിരുന്നു. എന്താ പറയുക, അവരുടെ ഒരു ഡെഡിക്കേഷൻ കൂടിയാണ് എന്നെപ്പോലെ ഒരുപാട് പേഷ്യൻസിൻ്റെ റിക്കവറി സ്റ്റോറിക്ക് പുറകിലെന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടവരാണ് അവിടെയുള്ള സ്റ്റാഫ്സ്. കാരണം നമ്മുടെ ഈ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓർമ്മയുണ്ടാവില്ല, ഇത് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ എടുക്കേണ്ട മെഡിസിൻസ് ആണ്. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും അവർ വിളിച്ച് നമ്മളെ റിമൈൻഡ് ചെയ്യിക്കും, മരുന്ന് കഴിച്ചോ എന്നവർ അന്വേഷിക്കും. താങ്ക് യു സോ മച്ച് ഡിയർ ഡോക്ടേഴ്സ് ആൻഡ് സ്റ്റാഫ്സ്. താങ്ക് യു ഫോർ ബീങ് വിത്ത് മീ ഇൻ ദിസ് ജേർണി. ഞാൻ ആക്ച്വലി ഒരു ക്രിയേറ്റീവ് ഫേമിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കിപ്പോൾ എൻ്റെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് നല്ല എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഈ കണ്ടീഷൻ്റെ കാര്യത്തിൽ ഞാൻ എടുത്ത ഒരു ബെസ്റ്റ് ഡിസിഷൻ എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് അലർജി ആസ്മ ഫൗണ്ടേഷൻ. താങ്ക് യു സോ മച്ച്.